പാലുമായിട്ട് വരുന്ന ഗ്രാമീണ യുവതി. ഇച്ചിരി മൂത്താന്നുള്ളൂ, അതിനും കുഴപ്പമില്ല. നമ്മൾ കറവയ്ക്ക് പോവാണ്. ഇതിൻ്റെ അകത്ത് ഓക്കെ, ഇതിൻ്റെ അകത്താണ് പാല് കറക്കുന്നത്. ഭയങ്കര വലിയ പാത്രമാണ്. ഇത് കണ്ടിട്ട് ആരും മേടിക്കേണ്ട, ഇതിന് മൂട്ടി പറ്റാൻ ഇച്ചിരി പാലേ കിട്ടാറുള്ളൂ. പക്ഷെ മമ്മി പറഞ്ഞാൽ വലിയ പാത്രമായിട്ട് പോയി കറക്കാവുള്ളതാ, അല്ലെങ്കിൽ എല്ലാവരും അറിയുമെന്ന് പാല് കുറവാണ്. അതുകൊണ്ട് നമുക്ക് മമ്മി പറിച്ചാണോ? ഓ, കിടാവിനുള്ള പുല്ല്, കുട്ടിമാടത്തിനുള്ള പുല്ല് തീറ്റ കൊടുത്തിട്ടാണ് നമ്മൾ കറക്കുന്നത്. അല്ലെങ്കിൽ അവൾ തൊഴി വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, സ്നേഹത്തോടെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ ചെത്തിയിട്ടേക്കുന്ന പുല്ല്. ഇതാണ് കുട്ടിമാള്. അടി എന്നാ തിന്നോ, നല്ല പുല്ല് ഇത്. നമുക്ക് ആദ്യം ആളുവിനെ കൂട്ടിക്കയറ്റാം. ആളുവിനെ ഞാൻ കുറുക്കി കിട്ടും. ഇത് നമ്മൾ കറക്കുന്ന രീതിയാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അല്ലാണ്ട് എരുമ എങ്ങനെ കറക്കാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് പറഞ്ഞാൽ കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ വെളുപ്പിന് 5 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കറക്കും. അപ്പോൾ ഏകദേശം ഒരു 2.5 ലിറ്റർ പാലാണ് കിട്ടുന്നത്. അത് ചിലപ്പോൾ 2 ആയിട്ടൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് ചുരത്തി കഴിഞ്ഞാൽ പിന്നെ പാല് ചുരത്തി തരത്തില്ല ഇടയ്ക്ക്. അപ്പോൾ കുട്ടിയെ ഒന്ന് വിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറന്നാൽ ഒരു 1 ലിറ്ററോടെ നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക, അവളെ അഴിച്ചു വിടും. അപ്പം ഈ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അനങ്ങാതെ നിന്നോളും. ആദ്യത്തെ ഒരു ചാട്ടം തൊഴിയുന്നില്ല, എന്നാലും നമ്മൾ മൂക്കേറെ ഇങ്ങനെ കെട്ടും അങ്ങോട്ട്. അതുപോലെ ഈ വാരും ഒരു വെള്ളിയിൽ ഉടക്കി വെക്കും, അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് അടിച്ചിട്ട് നമ്മുടെ കിറിയലും പാലിലും ഒക്കെ വന്ന് കൊള്ളും. അപ്പോൾ നമുക്കിങ്ങ് കുട്ടിമാളിനെ അഴിച്ചു വിടാം. അപ്പോൾ അവൾ കുടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പാല് ചുരത്തി തരും. എന്നിട്ട് നൈസായിട്ട് കുട്ടിമാളിനെ മാറ്റിയിട്ട് നമ്മൾ ഇറക്കും. കുട്ടി ആക്ഷൻ, ബാ കമോൺ ബാ വിടുക. ഓക്കെ, എറിയോ ബാ, കയറി പോ. അവൾ പറയുന്ന ഓക്കിട്ട് കൊടുക്കാനാണ്. മാറ ഏകദേശം ഒരു 3 കിലോ മിച്ചം കൊണ്ട് കേട്ടോ ഓക്ക. ഇങ്ങനെ 2 നേരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പൊടി പല കൂട്ടം ധാന്യങ്ങൾ പൊടിച്ച പൊടിയാണേ. ഓക്ക അതേപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ കലക്കി കൊടുക്കുമായിരുന്നു, പക്ഷെ അതിൽ നല്ല ഇതാണ്. നമ്മൾ അതേപോലെ ഇട്ട് കൊടുത്തേക്കുക. ഇത് പയ്യെ തിന്ന് തീരുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് കറക്കുകയും ചെയ്യാം. നമുക്ക് കാണാം അകട് കുഞ്ഞാണ്, പാലൊന്നുമില്ല. ഇപ്പോൾ ഇവൾ കുടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ ചേർത്തിട്ട് അത് നിറഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ കറക്കുന്നത്. രാവിലെ 2.5 കിട്ടിയാൽ, അപ്പോൾ ആദ്യത്തെ ഇതായതുകൊണ്ട് നോക്കണ്ട, ഇവൾക്ക് വലിയ വലിപ്പമില്ല, അതുകൊണ്ട് ഇതൊക്കെ കിട്ടുള്ളൂ എന്ന് ചിലർ പറഞ്ഞു. ചിലർ പറയുന്നു പശുവിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ പാല് കൂടുതൽ കിട്ടേണ്ടതാണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ പറ. നമ്മളിത് വളർത്തിയിട്ട് ആദ്യമായിട്ട് പ്രസവിച്ച് ആദ്യമായിട്ട് കറങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. എനിക്കും കുറച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ചുരത്തുന്നില്ലോ. താങ്കൾ വീഡിയോ നിരീക്ഷണത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ? ഇതുപോലൊരു സിനിമയിൽ നമ്മളിങ്ങനെ നോക്കും. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുകളോ കേട്ടോ, വലിച്ചൊന്നും കിട്ടുന്നില്ല ഇപ്പം. അറിയാം. പിന്നെ കറവ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അവൾ കാലെടുത്ത് തൊഴിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമുക്ക് അകട് കഴുകാം. വെള്ളം ഇച്ചിരി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം. മീൻകറി വെക്കുന്ന റെസിപ്പി പറയുന്ന പോലെ ഒരു ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം നമുക്ക്. നാട്ടിക്കല്ലേടി
ഉണങ്ങിയ തുണിയിട്ട് തൂത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വലിയ പാത്രത്തിലെ കുഞ്ഞു കപ്പെടുത്ത് കറവ ആരംഭിക്കാം. തുടക്കം തന്നെ പണിയാണല്ലോ. അല്ല, അവൾക്കിഷ്ടമില്ലാതെ വരുമ്പോഴാണ് ഈ മൂത്രമൊഴിക്കലൊക്കെ. ഇനിയിപ്പോൾ ആ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് വീണ്ടും അവിടെ നമ്മൾ കഴുകണം. പ്രാക്ടിക്കൽ സൈഡുകളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, ഒന്നും കട്ട് ചെയ്യുന്നില്ലേ. കഴിഞ്ഞോ? ഇതാണ് രാവിലെ 5:30 ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പം അങ്ങനെ വൈകിട്ടത്തെ കറവ കഴിഞ്ഞു. ഏകദേശം 1 ലിറ്റർ എടുത്താണ് വൈകിട്ട് ഇറക്കുന്നത്. അതൊക്കെ നമ്മൾ കാന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മാളുവിനെ അഴിച്ചു വിടും. ഇപ്പോൾ ഏകദേശം 3 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ 6 മണി വരെ നമ്മൾ കുട്ടിമാളുവിനെ ഇവിടെ അഴിച്ചു വിട്ടേക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടിമാളുവിനെ പിടിച്ച് കിട്ടത്തുള്ളൂ. കുട്ടിമാളു ഇടിച്ചും പറിച്ചും ഒക്കെ ഇനി അടുത്ത് കൂടി കുട്ടിമാളുവിൻ്റെ വീതം. കറക്റ്റ് 1 ലിറ്റർ. ഇതാണ് വൈകിട്ട് കറക്കുന്നത്. ഇത് നമുക്ക് ഇന്ന് വൈകിട്ട് ചായ എടുക്കാനും നാളെ രാവിലെ ചായ എടുക്കാനുള്ളതുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പശുപാൽ മേടിക്കുന്നുണ്ട്. എന്നാ പശുപാലിൻ്റെ കൂട്ടല്ലേ? ഇതൊക്കെയാ അതിൻ്റെ കൊഴുപ്പല്ലേ ഈ പറയുന്നത്. പശുപാലിനൊക്കെയും കൊഴുപ്പുണ്ട്, പക്ഷേ കളറ് വെള്ളയായിരിക്കും, നല്ല വെളുത്തായിരിക്കും ഇങ്ങനെ ഇരിക്കുക. ആട്ടുംപാലും ഇങ്ങനെ വെളുത്തായിരിക്കും. ആട്ടുംപാലും ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ നെയ്യെടുത്താലും വെള്ള കളറിലിരിക്കും, മഞ്ഞ കളർ വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വൈകിട്ടത്തെ പരിപാടി പിറ്റേ ദിവസം രാവിലത്തെ ചായ എടുക്കാനുള്ളതും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മൾ ഓണാക്കരുതെന്നോ. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നമ്മൾ സൊസൈറ്റി കൊടുക്കും. 2.5 ലിറ്റർ വെച്ച് നമുക്കൊരു 500 ലിറ്റർ അളക്കണം. 500 ലിറ്റർ അളക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേമനിധിയൊക്കെ ഉണ്ട്. കുട്ടിമാളുവിന് ഇച്ചിരി വിരമരുന്ന് കൊടുക്കാം. നമ്മുടെ പട്ടികൾക്കെല്ലാം 2 ദിവസം മുന്നേ കൊടുത്തായിരുന്നുണ്ടോ. മൃഗങ്ങൾക്കെല്ലാം ഒരുമിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ബേറാപ്പിള്, അത് എലന്തിപ്പഴം എന്നല്ല പറയുന്നത്, എല്ലാം പൂത്തിട്ടുണ്ട്, കാ പിടിക്കുന്നില്ല. കുട്ടിപ്പാളിനെ കൊണ്ട് അങ്ങനെ കുടിപ്പിക്കുന്നുള്ള വായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുട്ടിമാള് തൊഴിലൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കറന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിമാളി ചെന്നാലും കുട്ടിമാളിട്ടും കിട്ടും തൊഴി. വന്നേ കുട്ടിമാളോ, ഒന്ന് വന്നേ. വേറെ നേരം കൊടുക്കടി. ഇച്ചിരി പുറത്തൊക്കെ പോയി നമുക്ക് ഒരടപ്പോടെ കൊടുക്കാം.
കറക്റ്റ് ഡോസ് ചെയ്യുന്നില്ലെങ്കിൽ പണിയാ. പകുതി പുറത്ത് പോയി. എന്നെ കൊണ്ട് കുടിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാ ഇത് കുടിച്ച് നോക്കി. വേണ്ട, നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് കൊള്ളു. അത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അത് ഫുള്ള് വൈറ്റ് ചെന്നു. താങ്ക് യു. എന്നാ കുട്ടിമാളു എന്നാടി? ഈ കൊള്ളൂല്ലേ? കൊള്ളു. അപ്പോൾ കറവയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തരിക. ഇങ്ങനെ കറന്നാൽ മതിയോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ പറയുക. ഈ പുല്ല് വലിച്ച് അടിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തരാം. ഓക്കെ ടാ.